വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നാളെയാണ് നമ്മുടെ അവസാനത്തെ എക്സാം, നമ്മുടെ EVS ആണ്. അപ്പൊ നാളെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയില്ലേ. പിന്നെ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ് ആരംഭിക്കുന്നത്. ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് സെലിബ്രേഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഫുൾ ബിസിയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് EVSും കൂടി ഒന്ന് കളർഫുൾ ആക്കണം. അതിനു വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദാ ഇവിടെ കാണുന്നതാണ്. നമ്മുടെ ചോദ്യം എന്താണ് മക്കളെ? മാച്ച് ദ ഫോളോയിങ്, അതായത് ചേരുമ്പടി ചേർക്കാം. അപ്പൊ ഇവിടെ രണ്ട് വിഭാഗങ്ങളിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്കത് മാച്ച് ചെയ്യാം അല്ലെ. ഒരു സൈഡിൽ മാപ്പിളപ്പാട്ട്, തുള്ളൽ, മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിൽ സ്വാതി തിരുനാൾ, മോയിൻകുട്ടി വൈദ്യർ, കുഞ്ചൻ നമ്പ്യാർ. നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വരച്ച് യോജിപ്പിക്കാം. അതിനു മുമ്പ് നമുക്ക് അനുയോജ്യമായത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ടുമായിട്ട് ഇതിനെ ഏതുമായിട്ടാണ് നമ്മൾ വരച്ച് യോജിപ്പിക്കേണ്ടത്? മാപ്പിളപ്പാട്ടിലെ പ്രമുഖരാരാണ്? യെസ്, മോയിൻകുട്ടി വൈദ്യർ. അതുപോലെ തുള്ളൽ, തുള്ളൽ എന്ന കലാരൂപത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, കലാകേരളം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സംഗീതജ്ഞനായ ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മോയിൻകുട്ടി വൈദ്യർ, തുള്ളൽ എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് യോജിപ്പിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലുക്ക് അറ്റ് ദ പിക്ചർ, റൈറ്റ് ദ നെയിം ഓഫ് ദി ആർട്ട് ഫോം ആസ് എ ഹെഡിങ് ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ് സ്പീച്ചസ്. ചിത്രം നോക്കിയിട്ട് കലാരൂപത്തിന്റെ പേര് തലക്കെട്ടായിട്ട് എഴുതി പ്രത്യേകതകൾ എഴുതുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന കലാരൂപത്തിന് പകരം നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പല ആർട്ട് ഫോമിന്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ട് ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. നമ്മൾ കുറേ ആർട്ട് ഫോം പഠിച്ചിട്ടുണ്ട്. ഒപ്പന, മാർഗം കളി, മംഗലം കളി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ തിരുവാതിരക്കളി, അങ്ങനെ ധാരാളം ആർട്ട് ഫോം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് നോക്കാം. ഇവിടെ ഏത് ആർട്ട് ഫോം ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? ഇത് ഏതാണ് മക്കളെ? യെസ്, ഇതാണ് നമ്മുടെ തെയ്യം. അപ്പൊ തെയ്യത്തെ പറ്റിയുള്ള കുറച്ച് പോയിന്റുകളൊക്കെ മക്കൾ നോട്ട് ചെയ്യുക. തെയ്യത്തിന്റെ മറ്റൊരു പേരായിരുന്നു നമ്മൾ തെയ്യാട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കളിയാട്ടം എന്നീ പേരുകളിലും ഉണ്ട്. പിന്നെ ദൈവം എന്ന ഒരു പദത്തിൽ നിന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ നമ്മൾ ഏതെല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മൾ ചെണ്ട യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മദ്ദളം, ഇലത്താളം, കൊമ്പ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ ഒരു കലാരൂപം എവിടെയാണ് കാണപ്പെടുന്നത്? അങ്ങനെയുള്ള കുട്ടി കുട്ടി പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക? മക്കളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായിട്ടുള്ളത് ടിക്ക് ചെയ്യുക. ഓരോ കലണ്ടറിലും വിവിധ പേരുകളിലുള്ള മാസങ്ങളുണ്ട്. ഈച്ച് കലണ്ടർ ഹാസ് മന്ത് വിത്ത് ഡിഫറെന്റ് നെയിം. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കലണ്ടറുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ കൊല്ലവർഷ കലണ്ടറും അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ, അതായത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ. ഇവിടെ എല്ലായിടത്തും വിവിധ പേരുകളിലുള്ള മാസങ്ങളുണ്ട്. ശരിയാണോ? അതെ, ശരിയാണ് അല്ലേ. അപ്പൊ ഇത് നമുക്ക് ടിക്ക് ഇടാം. അതുപോലെ തന്നെ കൊല്ലവർഷത്തിലും ഗ്രിഗോറിയൻ വർഷത്തിലും മാസങ്ങളുടെ എണ്ണം വ്യത്യസ്തമാണ്. അത് ശരിയാണോ? അത് തെറ്റാണ്. കാരണം രണ്ടിലും നമുക്ക് 12 മാസങ്ങൾ തന്നെയാണ് കാണുന്നത്. കൊല്ലവർഷത്തിന്റെ മറ്റൊരു പേരാണ് ശകവർഷം. കൊല്ലവർഷത്തിന്റെ മറ്റൊരു പേരെന്താണ്? നമ്മുടെ മലയാള മാസം എന്നാണ്, അല്ലാതെ ശകവർഷം എന്നല്ല. സോ ഇതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ മെഗാ മാരത്തോണിൽ ജോയിൻ ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കായിട്ട് ഇതാ നമ്മുടെ ന്യൂ ഇയർ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കായിട്ട് ഇതാ ഇന്ന് മുതൽ നമ്മൾ 50% ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമ്മുടെ എക്സാം ആനുവൽ എക്സാം ആണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവിഷൻ ക്ലാസ്സുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ എൻ ഗെയിം ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാ താഴെ ഒരു സ്ക്രോളിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വേഗം തന്നെ വിളിച്ചു പറയുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മൾ ഇതൊരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 27-ാം തീയതിയാണ് വൈകുന്നേരം 6 മണിക്കാണ് നമ്മുടെ വെബിനാർ. അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഓർത്തെടുക്കുക. അപ്പൊ അടിപൊളിയായിട്ട് നമുക്കിനി മെഗാ മാരത്തോണിൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.